അതിനെ ഇഷ്ടപ്പെടുകയും ചെയ്താൽ അത് നിന്റേതായി മാറും. പ്രവചനത്തെ എതിർക്കുന്നവന്റെ വീട്ടിൽ പ്രവാചകന്മാരുണ്ടാകില്ല. അഭിഷേകത്തിന് വിരോധമായി നിൽക്കുന്നവരുടെ, അറിഞ്ഞ സത്യങ്ങളെ അറിഞ്ഞിട്ടും വിസ്മരിച്ചു കളഞ്ഞതിന് വിരോധമായി സംസാരിക്കുന്നവരുടെ കുടുംബത്തിൽ അഭിഷിക്തന്മാർ ജനിക്കുന്നില്ല. എക്സാമ്പിൾ, ദാവീദ് ദൈവത്തിന്റെ അഭിഷേകത്തെ റെസ്പെക്ട് ചെയ്ത മനുഷ്യനാണ്. ശൗൽ അദുല്ലാം ഗുഹയിൽ എങ്ങനെയോ കറങ്ങിത്തിരിഞ്ഞ് അതിനകത്ത് വന്ന് കയറുമ്പോൾ ദാവീദിന്റെ കൂടെയുള്ള 400 വീരന്മാർ ദാവീദിനോട് വന്ന് പറയുന്നുണ്ട്, അവിടെ നിന്റെ ശത്രുവായ ശൗൽ ദാവീദ് ഇപ്പോൾ ഈ ഗുഹയിലുണ്ട്, നിനക്കവനെ തീർക്കുവാൻ കൊല്ലുവാൻ പറ്റിയ സന്ദർഭമാണ്. ഇവരെല്ലാം പ്രഷർ ചെയ്ത് ഒറ്റ കാരണം കൊണ്ട് ദാവീദ് പുറകിലൂടെ വന്ന് അരയിൽ നിന്ന് കത്തിയൂരി ശൗലിന്റെ വസ്ത്രാഗ്രം മുറിച്ചെടുത്തു. ആ വസ്ത്രാഗ്രം മുറിച്ചപ്പോൾ തന്നെ ദാവീദിന്റെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. അങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അവൻ തന്റെ കൂട്ടുവേലക്കാർ അരികിൽ വന്നിട്ട് പറഞ്ഞു, ഇത് ശൗലിന്റെ വസ്ത്രാഗ്രമാണ്. അവന്റെ വസ്ത്രാഗ്രം എനിക്ക് മുറിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ എനിക്ക് അവനെ കുത്തിക്കൊല്ലാമായിരുന്നു. പക്ഷെ ഞാൻ ഒരിക്കലും ഒരു കാരണവശാലും യഹോവയുടെ അഭിഷിക്തന് നേരെ എൻ്റെ കരം ഉയർത്തില്ല. ഞാനിത് എൻ്റെ ആത്മീയ മക്കളോട്, എൻ്റെ പ്രിയ സഹോദരങ്ങളോട് പറയുന്നു. നിന്റെ ജീവിതം ശപിക്കപ്പെടാതിരിക്കാൻ, നിന്റെ കുടുംബം തകർന്നു പോകാതിരിക്കാൻ, നിന്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ, ഇത് ദാവീദ് തിരിച്ചറിഞ്ഞ ഈ വെളിപ്പാട് നീ തിരിച്ചറിയണം. യഹോവയുടെ അഭിഷിക്തനെതിരെ, അവന്റെ അഭിഷിക്തന്മാർക്കെതിരെ നാക്കോ വാക്കോ പേനയോ ഫോണോ നീ ഉപയോഗിക്കരുത്. That is not good for you. That is not good for your generation. എന്ത് സംഭവിച്ചു? അതുകൊണ്ടല്ലേ ബൈബിളിൽ എത്ര തവണ എഴുതിയിരിക്കുന്നേ, don't touch my not your, my anointed one. അവരെ തുടരുത്, തൊട്ടാ നീ വിവരം അറിയും എന്ന് പറഞ്ഞിരിക്കുന്ന 2 പേരേ ഉള്ളൂ. Don't touch my anointed one and don't touch my prophets. Amen. 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 Thank you, Holy Spirit. Hallelujah. That is important. ഇതെന്റെ വാക്കല്ല, ആരും എന്നെ സൂക്ഷിച്ചു നോക്കല്ല. നിങ്ങൾ കൊണ്ട് നടക്കുന്ന ബൈബിളിൽ എഴുതിയിരിക്കുന്ന തിരുവെഴുത്തുകളാണ്. എന്ത് സംഭവിച്ചു? ശൗൽ ദൈവപുരുഷനായ ദാവീദിനും അവന്റെ അഭിഷേകത്തിനും എതിരെ നിന്ന് കത്തിയും കുന്തവുമായിട്ട് പുറകെ കൊല്ലാൻ നടന്നു. പക്ഷെ ദാവീദ് അഭിഷേകത്തെ റെസ്പെക്ട് ചെയ്തു. അഭിഷേകത്തിനെതിരെ കൈപൊക്കത്തില്ലെന്ന് തീരുമാനിച്ചു. അതുകൊണ്ട് കാലങ്ങളും ചരിത്രങ്ങളും പിന്നിടുമ്പോൾ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ, മുഴുവൻ അഭിഷിക്തന്മാരും ജനിച്ചത് ദാവീദിന്റെ കുടുംബത്തിലാണ്. മുഴുവൻ അഭിഷിക്തന്മാരും ജനിച്ചത് ദാവീദിന്റെ ഗോത്രത്തിലാണ്, അല്ലേ? ഇൻക്ലൂഡിംഗ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിനെ അന്നത്തെ ആളുകൾ വിളിച്ചത് പോലും സൺ ഓഫ് ഡേവിഡ്, ദാവീദ് പുത്ര. എല്ലാ അഭിഷിക്തന്മാരും പിറന്നത് ആ ഗോത്രത്തിലാണ്. നീ റെസ്പെക്ട് ചെയ്യുന്നത്, നിങ്ങൾ റെസ്പെക്ട് ചെയ്യുന്നത്, നിങ്ങൾ ഓണർ ചെയ്യുന്നത്, നിങ്ങൾ ബഹുമാനിക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ വരും. നീ എതിർക്കുന്നത്, തിരസ്കരിക്കുന്നത്, അവഗണിക്കുന്നത്, പുച്ഛിക്കുന്നത് നിന്നെയും നിന്റെ തലമുറയും വിട്ടുപോകും. Do you believe in prosperity? Amen. Yes. I completely believe. Amen. 100% I believe the divine prosperity. Yes. Amen. Yes. കാരണം ഞാൻ വിശ്വസിക്കുന്നത് മാത്രമേ ഞാൻ അനുഭവിക്കത്തുള്ളൂ. Amen. 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 Hallelujah. ദൈവത്തിന്റെ ഇഷ്ടമാണ് നിങ്ങളുടെ പ്രോസ്പെരിറ്റി. Yes. നിങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്, നിങ്ങൾ കേട്ടിരിക്കുന്നത് അത് ദൈവത്തിനെതിരാണ്. No, never. Read
Second Peter chapter 1. 2 പത്രോസ് 1-ാം അധ്യായം 3-ാം വാക്യം. തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യ ശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. ബൈബിൾ പറയുകയാണ്, His divine power has granted to us everything. His divine power has given to us everything. Amen. Hallelujah. 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 Life and godliness. എൻ്റെ ജീവനും എൻ്റെ ഭക്തിക്കും വേണ്ടത് എൻ്റെ ദൈവം എനിക്ക് ദാനം ചെയ്തിരിക്കുന്നു. Amen. എൻ്റെ സ്പിരിച്വൽ കാര്യങ്ങളെ മാത്രമല്ല ദൈവം മീറ്റ് ചെയ്യുന്നത്, എൻ്റെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട്